മകരവിളക്ക് കാലയളവിൽ ശബരിമല കാനനപാത യാത്രയിൽ ഇളവ്. ജനുവരി 11 മുതൽ 14 വരെ കാനനപാത വഴിയുള്ള യാത്ര നിയന്ത്രണങ്ങളിലാണ് ഇളവ്. എരുമേലി മുക്കുഴി കാനനപാതയിലൂടെ വെർച്വൽ ക്യൂ വഴി ഇതിനകം ബുക്ക് ചെയ്ത തീർത്ഥാടകരെ കടത്തിവിടും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാത്തവർക്ക് പ്രവേശനം ഉണ്ടാകില്ല. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുപടം ചേരുന്നുണ്ട്. അഖിൽ, മകരവിളക്കിനോടനുബന്ധിച്ച് പരമ്പരാഗതമായ കാനനപാതയിലുള്ള യാത്രയിൽ ഇളവ് നൽകിയിരിക്കുന്നു. 11 മുതൽ 14 വരെ കാനനപാത വഴി യാത്ര നിയന്ത്രണങ്ങളിലാണ് ഇപ്പോൾ ഇളവ് അനുവദിച്ചിട്ടുള്ളത്. വിവരങ്ങൾ. നിഖിലെ, ശബരിമലയിലെ തിരക്ക് അനുബന്ധിച്ച് മകരവിളക്കിന് മുന്നോടിയായി ശബരിമല തീർത്ഥാടകരുടെ യാത്രയിലൊക്കെ തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പരമ്പരാഗതമായ കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തർക്കുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ അത് വനംവകുപ്പ് നൽകിയിരുന്ന ഫോറസ്റ്റാണ് പൂർണ്ണമായും നിരോധിച്ചിരുന്നത് എങ്കിൽ പിന്നീട് ജനുവരി 11 മുതൽ, അതായത് നാളെ മുതൽ 14 വരെ അതുവഴിയുള്ള അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലും അതായത് കാനനപാത വഴി വന്നാൽ പോലും ഡയറക്റ്റ് സന്നിധാനത്തേക്ക് എത്താതെ പമ്പ വഴി തന്നെ വരുന്ന ഒരു സംവിധാനത്തിലേക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അത് വെർച്വൽ ക്യൂ ഉള്ള അയ്യപ്പ ഭക്തർക്ക് മാത്രമേ അത്തരത്തിൽ വരാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിലാണ് ഇപ്പോൾ ഒരു ഇളവ് വരുത്തിയിരിക്കുന്നത്. ജനുവരി 11 മുതൽ 14 വരെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് കാനനപാത വഴി വരാൻ സാധിക്കുമെന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ചിലപ്പോൾ അതിൽ വീണ്ടും മാറ്റം വരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വനത്തിനകത്തൂടെ കാനനപാതയിലൂടെ അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടാൽ ആ മകരജ്യോതി കാണുന്നതിലേക്ക് വേണ്ടി അവരെല്ലാം തന്നെ വനത്തിനുള്ളിൽ ചിലപ്പോൾ തമ്പടിച്ചിരുന്നേക്കാം അയ്യപ്പന്മാരെന്ന ഒരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഈ ഇളവ് ചിലപ്പോൾ മാറ്റം വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ജനുവരി 11 മുതൽ 14 വരെ നേരത്തെ അയ്യപ്പന്മാരെ കടത്തിവിടില്ല എന്നുള്ള തീരുമാനം എടുത്തിരുന്നു. കാരണം അത് മകരവിളക്ക് ഘോഷയാത്ര 12-ന് ആരംഭിക്കുന്ന മകരവിളക്ക് ഘോഷയാത്ര 13-ഓടുകൂടി കാനനപാതയിലേക്ക് പ്രവേശിക്കും. എരുമേലിയിൽ നിന്നും കാനനപാതയിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവും. അതായത് തിരുവാഭരണ വീതിയിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അത്തരത്തിൽ ഔദ്യോഗികമായ തിരുവാഭരണത്തിൻ്റെ ഒപ്പമുള്ള അയ്യപ്പ ഭക്തർക്ക് മാത്രം അതുവഴി പ്രവേശനമെന്ന തീരുമാനം എടുത്തിരുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം കൂടി വന്നിരിക്കുന്നത്. എന്തായാലും ജനുവരി 11 മുതൽ 14 വരെ കാനനപാത വഴിയും അയ്യപ്പ ഭക്തർക്ക് ഇപ്പോൾ നിലവിൽ ദർശനത്തിന് എത്താൻ സാധിക്കുമെന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശബരിമലയിലേക്ക് ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് തന്നെ ഇപ്പോൾ അഖിൽ രാവിലെ പങ്കുവച്ചിരുന്നു. ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെ സന്നിധാനത്തേക്ക് ഉണ്ട്. വരും ദിവസങ്ങളിലും അത് തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനുള്ള മുൻകരുതൽ എന്തൊക്കെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിട്ടുള്ളത്? നിലവിൽ നിഖിൽ തിരക്ക് അനുനിയന്ത്രിതമായി തന്നെയാണ് തിരക്ക് ഉണ്ടാകുന്നത്. കാരണം ഇന്നലെ ഏകദേശം 87,000-ഓളം അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത്. അത് രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. ഏറ്റവും അവസാനത്തെ കണക്ക് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ 1 മണി മുതൽ 2 മണി വരെയുള്ള സോട്ടിൽ അയ്യപ്പ ഭക്തരുടെ കണക്ക് ഏകദേശം 41,883 അയ്യപ്പ ഭക്തർ ഈ സമയത്ത്, അതായത് ഉച്ചയ്ക്ക് 2 മണി വരെ ശബരിമല ദർശനത്തിലേക്കായി എത്തി. അതായത് ഇന്നലത്തെ കണക്കനുസരിച്ച് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് മുകളിലേക്ക് എത്തിയ അയ്യപ്പ ഭക്തരുടെ കണക്ക് മാത്രം ഏകദേശം പകുതിയോളം 40,000-ന് മുകളിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും വൈകുന്നേരത്തെ കണക്കുകൾ വന്ന് നാളെ എന്തായാലും പൂർണ്ണമായ ഒരു ലിസ്റ്റ് വരുന്ന സമയത്ത് നാളെയും ഏകദേശം 90,000-ന് മുകളിലേക്ക് ലക്ഷത്തിലേക്ക് അടുത്തെത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനിയുള്ള ദിവസങ്ങൾ, അതായത് നാളെ 11, 12, 13, 14 ഈ 3-4 ദിവസങ്ങളിലൊക്കെ തന്നെ ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ്. ഭക്തജന കോടികൾ അവിടെ ഒരു സ്ഥിതിവിശേഷം തന്നെയായിരിക്കും. ഭക്തിയുടെ പരംകോടിയിലെത്തുന്ന അയ്യപ്പ ഭക്തരുടെ ആ അസുലഭ നിമിഷമായിരിക്കും അങ്ങകലെ പൊന്നമ്പലമേട്ടിലെ ആ മകരജ്യോതി കാണുന്നതിലേക്ക് വേണ്ടി ഓരോ അയ്യപ്പ ഭക്തരും കണ്ണു കാതോർത്തിരിക്കുന്ന നിമിഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ശബരിമല സന്നിധാനം ഇപ്പോൾ വലിയ ഭക്തജന തിരക്കിലൂടെ ഭക്തിസാന്ദ്രമായി തന്നെ കടന്നു പോവുകയാണ്. നിഖിൽ, ശരി അഖിൽ, മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ കാനനപാതയിൽ ഇളവ് നൽകിയിരിക്കുന്നു. ജനുവരി 11 മുതൽ 14 വരെ കാനനപാതയിലുള്ള യാത്രാ നിയന്ത്രണങ്ങളാണ് ഇളവ്. എരുമേലി മുക്കുഴി കാനനപാതയിലൂടെ വെർച്വൽ ക്യൂ വഴി ഇതിനകം ബുക്ക് ചെയ്ത തീർത്ഥാടകരെ കടത്തിവിടും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാത്തവർക്ക് പ്രവേശനമില്ല. ഒപ്പം തന്നെ സന്നിധാനത്തേക്ക് ഭക്തരുടെ വലിയൊരു ഒഴുക്ക് തന്നെ ഉണ്ട്. നിയന്ത്രിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ടുപടം.